സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ 15ാമത് ജില്ലാ ധർണയും അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇന്നിവിടെ നടന്നത്. അതിന് തിരുവനന്തപുരം ജില്ലയിലുള്ള എല്ലാവരും വളരെ ചിട്ടയായും ക്രമമായും അതിൽ പങ്കെടുത്തു. അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സമരം അങ്ങേയറ്റം വരെ നേടിയെടുക്കുന്നതിന് വേണ്ടിയല്ല, കിട്ടാനുള്ളത് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട്, പുതിയതായിട്ടൊന്നും ഡിമാൻഡ് ചെയ്യല്ല, കിട്ടാനുള്ളത് വാങ്ങിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം വരെ സമരം നടത്തി വാങ്ങിച്ച് ബഹുമാനപ്പെട്ട അംഗങ്ങൾക്ക് കൊടുക്കുമെന്ന് ഉള്ള ദൃഢനിശ്ചയത്തോടുകൂടി ഞങ്ങൾ ഇന്നത്തെ കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിലെ എല്ലാ ജില്ലകളിലും പെൻഷനായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഇത്തരം ധർണകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ അവസാനമായിട്ടാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ 1000-ഓളം വരുന്ന ആളുകളുടെ ഈ ധർണാ സമരം ഇവിടെ അരങ്ങേറിയത്. പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ജനത്തിൻ്റെ ജീവനും സ്വത്തും അന്തസ്സും സംരക്ഷിക്കുവാനുമായി ജീവിതകാലം മൊത്തം ഒഴിഞ്ഞുവെച്ച ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രോഗാതുരരായ ഈ സമയത്ത് ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടത് സാമാന്യ നീതിയാണ്. അത് ലഭ്യമാക്കാൻ സർക്കാർ തയ്യാറാകാത്തതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇത്തരം ധാരണകളുമായി മുന്നിട്ടിറങ്ങേണ്ടി വന്നത്. ഞങ്ങളുടെ പ്രധാന ഡിമാൻഡുകളായ ഞങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെപ്പറ്റി ഉള്ള ഡിമാൻഡ് എന്ന് പറയുന്നത്, ഒന്ന്, 12ാം ശമ്പള കമ്മീഷൻ 1972 വരെ ഇന്ന് വരെ മുടങ്ങാതെ കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന ശമ്പള കമ്മീഷൻ, 12ാം ശമ്പള കമ്മീഷൻ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മൾക്ക് ലഭിക്കേണ്ട ക്ഷാമാശ്വാസം 21% ഈ ജനുവരി ആകുമ്പോൾ ലഭിക്കേണ്ടതുണ്ട്. ഇത് ലഭ്യമാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രഖ്യാപിച്ച ക്ഷാമാശ്വാസത്തിൽ നിന്നുള്ള കുടിശ്ശിക 79 മാസത്തെ കുടിശ്ശിക ഞങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് ലഭ്യമാക്കുക എന്നുള്ളതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ട്രെയിനിങ് പീരീഡ് സംബന്ധിച്ചിടത്താണ്. പോലീസിൻ്റെ ട്രെയിനിങ് കാലം അവരുടെ ഡ്യൂട്ടിയായി സർക്കാർ അംഗീകരിച്ചെങ്കിൽ പോലും 1/4/2010 മുമ്പുള്ള ആളുകൾക്ക് അത് ലഭിക്കാതെ പോയി. അപാകത പരിഹരിക്കണം എന്നതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അടുത്ത 4ാം ഗ്രേഡ് എന്ന് പറയുന്നത് LD-യെക്കാളും ഉയർന്ന സ്കെയിലിൽ പോലീസ് സേനയിലേക്ക് കടന്നു വരുന്ന ഞങ്ങൾക്ക് 4ാം ഗ്രേഡ് LD-ക്ക് കൊടുത്തപ്പോൾ PC-ക്ക് അതിൻ്റെ ആനുകൂല്യം ലഭിക്കാതെ വന്നു. അവർ ശമ്പളത്തിൽ പുറകിലേക്ക് പോയി. ആ 4ാം ഗ്രേഡ് സർക്കാർ അംഗീകരിച്ചുവെങ്കിലും ആ അംഗീകാരം എല്ലാവർക്കും ലഭിക്കാതെ പോയി. അതൊരു തീയതിയിൽ, അതായത് ശമ്പള കമ്മീഷൻ 9ാം ശമ്പള കമ്മീഷൻ്റെ തീയതി മുതൽ അത് ഉത്തരവായാൽ മാത്രമേ അതിൻ്റെ അപാകത പരിഹരിക്കാൻ പറ്റൂ. ആ തീയതി മുതൽ ഞങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കണം എന്നുള്ളതാണ് ഒരു ഡിമാൻഡ്.